നിങ്ങളിത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെ ക്രൂരതയ്ക്ക് ഇത്രയും അതിരുകൾ ലംഘിക്കാൻ കഴിയുമെന്നുള്ള കാര്യം. 2025 ഡിസംബർ 21-ന് പുറത്തു വന്ന ആ ഒരു ഫോട്ടോ. അതൊരു സാധാരണ ഫോട്ടോ ആയിരുന്നില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ലോലിത എന്ന നോവലിലെ വരികൾ മാർക്കർ പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ചിത്രം. ചിന്തിക്കാൻ പോലും അറപ്പുളവാക്കുന്ന ഈ ദൃശ്യം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും ലൈംഗികാതിക്രമം മാത്രമല്ല അവിടെ നടന്നത്. ആ കുട്ടികളെ വെറും കളിപ്പാട്ടങ്ങളായി, എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന വസ്തുക്കളായി ഇവർ മാറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും കൊട്ടാരങ്ങൾ മുതൽ നമ്മുടെ ഡൽഹിയിലെ അധികാര ഇടനാഴികൾ വരെ നീളുന്ന ഒരു ഭീകര ശൃംഖലയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ത്യക്ക് ഒരു മറാഠി പ്രധാനമന്ത്രി വരുമെന്ന് പൃഥ്വിരാജ് ചൗഹാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ ആരും കരുതിയില്ല അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടെന്ന്. എന്താണ് 2025-ലെ ഈ എപ്സ്റ്റീൻ ഫയലുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്? ആരെല്ലാമാണ് കുടുങ്ങാൻ പോകുന്നത്? നമുക്ക് ഓരോന്നായി പച്ചയായി തന്നെ പരിശോധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ മോഡസ് ഓപ്പറാണ്ടിയാണ്. അതായത് എങ്ങനെയാണ് ഇവർ ഇത്രയും പെൺകുട്ടികളെ സംഘടിപ്പിച്ചത്. പലരും വിചാരിക്കുന്നത് എപ്സ്റ്റീൻ നേരിട്ട് പോയി കുട്ടികളെ പിടിക്കുന്നു എന്നാണ്. എന്നാൽ അതല്ല സത്യം. ഇതിനൊരു പിരമിഡ് സ്കീം പോലെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. എപ്സ്റ്റീന്റെ വലങ്കയായിരുന്ന അല്ലെങ്കിൽ കാമുകിയായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന സ്ത്രീയായിരുന്നു ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. സ്കൂളുകൾക്ക് പുറത്തും ബസ് സ്റ്റോപ്പുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഇവർ കറങ്ങി നടക്കും. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളുള്ള പെൺകുട്ടികളെ ഇവർ നോട്ടമിടും. എന്നിട്ട് വളരെ സ്നേഹത്തോടെ അടുത്ത് ചെന്നിട്ട് പറയും, മോളെ നിനക്ക് പോക്കറ്റ് മണി വേണോ? വലിയൊരു സാറുണ്ട്, അദ്ദേഹത്തിന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി, കൈ നിറയെ കാശ് കിട്ടും. വെറും മസാജല്ലേ, കാശ് കിട്ടുമല്ലോ എന്ന് കരുതി പാവം പെൺകുട്ടികൾ ചെല്ലും. അതാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ ദിവസം ഇവർ മര്യാദയ്ക്ക് പെരുമാറും, പണം കൊടുക്കും, കുട്ടികളുടെ വിശ്വാസം പിടിച്ചുപറ്റും. പിന്നെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. അടുത്ത തവണ ചെല്ലുമ്പോൾ സാധാരണ മസാജ് പോരാ, ഡ്രസ്സ് മാറി മസാജ് ചെയ്യണം എന്ന് പറയും. കുട്ടി പേടിച്ച് നോക്കുമ്പോൾ ഭീഷണിയുടെ സ്വരം വരും. നീ അങ്ങോട്ട് വന്നത് എല്ലാവരും അറിഞ്ഞു, ഇനി സഹകരിച്ചില്ലെങ്കിൽ നിനക്കത് മോശമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തും. പാസ്പോർട്ടുകൾ ഇവർ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ ആ കുട്ടികളുടെ ജീവിതം കുടുങ്ങുകയാണ്. പിന്നീട് എപ്സ്റ്റീൻ അവരോട് പറയും, നിനക്ക് കൂടുതൽ കാശ് വേണമെങ്കിൽ നിന്റെ ക്ലാസ്സിലെ വേറെ കുട്ടികളെ കൂടെ ഇവിടെ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരയായ കുട്ടി തന്നെ സ്വന്തം കൂട്ടുകാരികളെ കെണിയിലേക്ക് എത്തിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ചെയൻ പോലെയാണ് ഇത് സംഘടിപ്പിച്ചു വരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡ്. ഇവിടെയാണ് നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ആയുർവേദത്തെ ഇവർ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഈ പെൺപീഡനങ്ങൾക്ക് ഇവർ നൽകിയിരുന്ന കോഡ് നെയിം എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സ എന്നായിരുന്നു. എള്ളെണ്ണ ഉപയോഗിച്ചിട്ടുള്ള മസാജ്, ബോഡി ഡീറ്റോസിഫിക്കേഷൻ ഇന്നൊക്കെ പറഞ്ഞ് ഇവർ നടത്തിയിരുന്നത് പക്ക പീഡനമായിരുന്നു. വിദേശികൾക്ക് മുന്നിൽ ഇന്ത്യൻ ചികിത്സാ രീതികളെ തെറ്റായി അവതരിപ്പിച്ച് അതിനെ ഒരു സെക്സ് റാക്കറ്റിന്റെ മറയാക്കി മാറ്റി എന്നത് നമ്മളെ ഓരോരുത്തരെയും ചൊടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഏറ്റവും സീരിയസ് ആയ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ കണക്ഷൻ. 2024-ലും 2025-ലുമായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എപ്സ്റ്റീൻ അയച്ച ചില ഇമെയിലുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ ആ സത്യാവസ്ഥ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മോദി എപ്സ്റ്റീനെ കണ്ടു എന്നല്ല ഇതിനർത്ഥം. 2019 കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന സ്റ്റീവ് ബാനനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എപ്സ്റ്റീൻ ഒരു മെയിൽ അയച്ചു. അതിൽ അയാൾ അവകാശപ്പെടുന്നത്, എനിക്ക് മോദിയുമായി കണക്ഷൻ ഉണ്ട്, ഞാൻ വിചാരിച്ചാൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്നാണ്. മോദി ഓൺ ബോർഡ് എന്നൊക്കെയാണ് അയാൾ തള്ളിവിടുന്നുണ്ടായിരുന്നത്. അതായത് ലോക നേതാക്കളെ തന്റെ വിരൽ തുമ്പിൽ നിർത്തുവാൻ കഴിവുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി അയാൾ മോദിയുടെ പേര് നെയിം ഡ്രോപ്പിംഗ് നടത്തി എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായത് മോദിജിക്ക് ഇതിലൊരു പങ്കുമില്ല, ഇയാൾ ചെയ്ത ഒരു ചതി. അത് ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണിക്കാൻ, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ലോക നേതാക്കളുടെ പല ആളുകളുടെ പേരും ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊടുങ്കുറ്റവാളിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ഉപയോഗിച്ച് വൈറ്റ് ഹൗസിൽ സ്വാധീനം ചെലുത്താൻ ധൈര്യം വന്നു എന്നത് നമ്മുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ്. നിലവിലെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരും എപ്സ്റ്റീന്റെ പഴയ ഡയറികളിൽ ഉണ്ട്. 2013-14 കാലഘട്ടത്തിൽ അദ്ദേഹം UN-ൽ അംബാസിഡർ ആയിരുന്നപ്പോൾ എപ്സ്റ്റീൻ നടത്തിയ ഡിന്നർ പാർട്ടികളുടെ ഗസ്റ്റ് ലിസ്റ്റിൽ ഹർദീപ് പുരി എന്ന് എഴുതിയിട്ടുണ്ട്. നയതന്ത്രജ്ഞർക്ക് പലതരം ആളുകളുമായി ഇടപഴകേണ്ടി വരുമെന്നത് സത്യമാണ്. എന്നാൽ എപ്സ്റ്റീനെ പോലെ ഒരാളുടെ ലിസ്റ്റിൽ, അതും ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് വന്നത് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാന്റെ ആ സ്ഫോടനാത്മക
വിവാദാത്മക പ്രസ്താവനകൾ നമ്മൾ കാണേണ്ടത്. അദ്ദേഹം വെറുതെ അങ്ങ് പറഞ്ഞതല്ല. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നതോടെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരും. 1 മാസത്തിനുള്ളിൽ ഒരു മറാഠി മനുഷ്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്? എപ്സ്റ്റീൻ ഫയലുകളിലെ പരാമർശങ്ങൾ മോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്നും ബിജെപിക്കുള്ളിൽ തന്നെ അധികാരമാറ്റത്തിന് ഇത് വഴിവെക്കുമെന്നും അദ്ദേഹം കണക്കൂട്ടുന്നു. നിതിൻ ഗഡ്കരിയാണോ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കറിയില്ല, ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അതോ ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണോ എന്നും അറിയില്ല. എപ്സ്റ്റീൻ വിഷയം കത്തി നിൽക്കുമ്പോൾ തന്നെ സൈനിക പരാജയവും എടുത്തിട്ട് സർക്കാരിനെ വരിഞ്ഞു മുറുക്കാനാണ് പൃഥ്വിരാജ് ചൗഹാന്റെ നീക്കമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി നമുക്ക് ആ പുതിയ ഫയലുകളിലെ മറ്റ് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് കടക്കാം. ജയ് ആരാണ് ഈ ജയ്? എപ്സ്റ്റീന്റെ ഫോണിലെ മെസ്സേജുകൾ ജയ് എന്ന പേരിൽ ഒരാൾക്ക് വേണ്ടി പെൺകുട്ടികളെ അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വെറും $1000 ഇവർ ആ ഒരു പെൺകുട്ടിക്ക് വിലയിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു സ്മാർട്ട് ഫോണിന്റെ വില പോലും ഇവർ ഒരു പെൺകുട്ടിക്ക് കൽപ്പിക്കുന്നില്ല. റഷ്യ, യുക്രൈൻ, മൊറോക്കോ, ഫ്രാൻസ് തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളുടെ ID കാർഡുകളും പാസ്പോർട്ടുകളും എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു ലോക്കൽ പരിപാടിയായിട്ടല്ല അവർ ചെയ്തിട്ടുള്ളത്, മറിച്ച് ഗ്ലോബൽ ഹ്യൂമൻ ട്രാഫിക് റാക്കറ്റ് തന്നെയായിരുന്നു ഇത്. പുറത്തു വന്ന ഫോട്ടോകളിൽ നമ്മൾ ബഹുമാനിക്കുന്ന പലരുമുണ്ട്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുന്ന ചിത്രം, ആ സ്ത്രീയുടെ മുഖം കറുത്ത മഷി കൊണ്ട് വരച്ചിരിക്കുകയാണ്. അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് ഗേറ്റ്സ് സമ്മതിക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് അദ്ദേഹം അവിടെ പോയതെന്ന ചോദ്യം ബാക്കിയാണ്. ലോകപ്രശസ്ത ചിന്തകൻ നോം ചോസ്കി, സംവിധായകൻ വൂഡി അലൻ ഇവരെല്ലാം എപ്സ്റ്റീന്റെ വിമാനത്തിലും ദ്വീപിലും സന്ദർശകരായിരുന്നു. ബുദ്ധിജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം ഇതാണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഈ ഫോട്ടോകളിലേക്ക് വരവ്. ഇവിടെയാണ് ഇസ്രായേൽ കണക്ഷൻ അല്ലെങ്കിൽ മൊസാദ് തിയറി വരുന്നത്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ബാരാക്കിന്റെ പേര് പലതവണ ഈ ഫയലുകളിൽ വരുന്നുണ്ട്. അദ്ദേഹം എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വീട്ടിൽ മുഖം മറച്ചെത്തുന്ന ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു. പല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളും ഇത് വിശ്വസിക്കുന്നത് എപ്സ്റ്റീൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഒരു അസറ്റ് ആയിരുന്നു എന്നാണ്. ലോക നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും വീക്ക്നെസ് മനസ്സിലാക്കി അവരെ പെൺകുട്ടികളുടെ വെച്ച് കുടുക്കി ആ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുക, അങ്ങനെ ഇസ്രായേലിന് അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുക. ഗിസ്ലൈൻ മാക്സ്വെല്ലിന്റെ അച്ഛൻ റോബർട്ട് മാക്സ്വെൽ ഒരു വലിയ ചാരനായിരുന്നു എന്നതും ഈ വാദത്തിന് ബലം നൽകുന്നുണ്ട്. ട്രംപിന്റെ കാര്യം നോക്കിയാൽ ട്രംപും എപ്സ്റ്റീനും പണ്ട് നല്ല കൂട്ടുകാരായിരുന്നു. എപ്സ്റ്റീന്റെ വിമാനത്തിൽ ട്രംപ് പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് ഫ്ലൈറ്റ് ലോഗുകൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് ആ ദ്വീപിൽ പോയെന്നോ പെൺകുട്ടികളെ ഉപദ്രവിച്ചെന്നോ ഉള്ളതിന് നേരിട്ടുള്ള തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ട്രംപിന്റെ ഒരു ചെക്ക് എപ്സ്റ്റീന് കൊടുത്തതിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അത് ക്ലബ് മെമ്പർഷിപ്പിനാണോ അതോ മറ്റെന്തിനെങ്കിലും ആണോ എന്ന് വ്യക്തമല്ല. 2026 കടക്കുമ്പോൾ ഈ സൗഹൃദം ട്രംപിന് വലിയൊരു തലവേദനയാകുമെന്ന് ഉറപ്പാണ്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കാര്യം കുറച്ചുകൂടി വ്യക്തമാണ്. നീന്തൽക്കുളത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളും വിമാനയാത്രകളും അദ്ദേഹത്തിന് എപ്സ്റ്റീനുമായിട്ടുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്നു. ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂവിന്റെ അവസ്ഥയിലും അതിലും കഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മടിയിൽ കൈവച്ച് നിൽക്കുന്ന രാജകുമാരന്റെ ചിത്രം ബ്രിട്ടീഷ് രാജകുടുംബത്തിന് തന്നെ നാണക്കേടായി. ഇത്രയും വലിയ രഹസ്യങ്ങൾ കൈവശമുള്ളത് കൊണ്ട് തന്നെയാണ് എപ്സ്റ്റീൻ മരിക്കേണ്ടി വന്നത്. 2019 ജയിലിൽ വെച്ച് അയാൾ തൂങ്ങി മരിച്ചെന്ന് പറയുമ്പോഴും അതും ആരും വിശ്വസിപ്പിക്കുന്നില്ല. അയാളുടെ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞ രീതി സ്വയം തൂങ്ങി മരിക്കുന്നവരിൽ കാണാറില്ല, അത് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നവരിലാണ് കാണാറുള്ളത്. അന്ന് ജയിലിലെ CCTV ഓഫ് ആയതും കാവൽക്കാർ ഇറങ്ങിപ്പോയതും ഒന്നും യാദൃശ്ചികമല്ല. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ഫയലുകളിലുള്ള പല ആളുകളും അഴിക്കുള്ളിലായനെ. അയാളെ കൊന്ന് രഹസ്യങ്ങൾ കുഴിച്ചുമൂടാൻ അവർ ശ്രമിച്ചു. പക്ഷേ സത്യം ഇപ്പോൾ ശവക്കുഴി തോണ്ടി പുറത്തു വന്നിരിക്കുക തന്നെയാണ്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് 2026 ഒരു നിർണായക വർഷമായിരിക്കും. എപ്സ്റ്റീൻ ഫയലുകൾക്ക് വെറും ഒരു വാർത്തയല്ല, അത് ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ മുഖമൂടി വലിച്ചു കീറുന്ന രേഖകളാണ്. ഇന്ത്യയുടെ പേരിൽ ഇതിൽ വന്നത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ പേര് ഉപയോഗിക്കപ്പെട്ടത് നമ്മൾ നിസ്സാരമായി കാണരുത്. പൃഥ്വിരാജ് ചൗഹാൻ പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെക്കുമോ എന്നും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നിയമം എല്ലാവർക്കും ഒന്നാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള കുറ്റം ചെയ്ത എല്ലാവരും ശിക്ഷിക്കപ്പെടണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും കോടതി രേഖകളിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഫാക്ട് ചെക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. സത്യം അറിയുക എന്നത് നിങ്ങളുടെ അവകാശമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എപ്സ്റ്റീൻ്റെ ലിസ്റ്റിലുള്ള വമ്പന്മാർക്കെതിരെ നടപടി വരുമോ? ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും പുറത്തു വരാത്ത പല രഹസ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും.